ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. എന്താണ് ഈ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, the interstitial compounds are those which are formed when small atoms like hydrogen, carbon, nitrogen, etc. get trapped inside the crystal lattices of the metals. അതായത് മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽ ലാറ്റൈസിൻ്റെ ഇടയിലുള്ള വേക്കൻറ്റ് സ്പേസുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വോയിഡ്സ് എന്നൊക്കെ. വോയിഡ്സ് അല്ലെങ്കിൽ ഇൻഡർസ്റ്റീഷ്യസ്. ആ വോയിഡ്സിൽ അല്ലെങ്കിൽ ഇൻ്റർസൈറ്റ്സിൽ ചെറിയ ആറ്റംസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ എന്നിവ പോലെയുള്ളവ അറ്റാച്ച് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മെറ്റൽ ലാറ്റൈസസിൽ ഇത്തരം സ്മോൾ ആറ്റംസ് ആയിട്ടുള്ള കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ പോലെയുള്ളവ ട്രാപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ആർ നോൺ സ്റ്റോഷിയോമെട്രിക് ഇൻ നേച്ചർ. ഇവ സാധാരണയായിട്ട് നോൺ സ്റ്റോഷിയോമെട്രിക് നേച്ചർ ഉള്ളവയാണ്. മാത്രവുമല്ല, ദേ ആർ നൈദർ ടിപ്പിക്കലി അയോണിക് നോർ കോവാലൻറ്റ്. ഇവർ ടിപ്പിക്കലി അയോണിക് ആണെന്നോ ടിപ്പിക്കലി കോവാലൻ്റ് ആണെന്നോ പറയാനായിട്ട് സാധ്യമല്ല. ഒരു മിക്സഡ് ക്യാരക്ടേഴ്സാണ് ഇവർ സാധാരണയായിട്ട് കാണിക്കുന്നത്. ചില എക്സാമ്പിൾസ് നോക്കാം. ടൈറ്റാനിയവും അതുപോലെ തന്നെ കാർബൺ എന്ന ആറ്റവും തമ്മിൽ ഇതുപോലെ ട്രാപ്പ് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ടൈറ്റാനിയം കാർബൈഡ്, TiC. അടുത്തത് മാംഗനീസ്. മാംഗനീസ് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. ഇത് നൈട്രജനെ ട്രാപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് MN4N. അടുത്തത് Fe3H. അയേൺ മെറ്റലിൽ ഹൈഡ്രജൻ ട്രാപ്പ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് Fe3H. പിന്നെ VH, വനേഡിയവും ഹൈഡ്രജനും ചേർന്നുകൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ടാണ് VH. ഇവിടെ ഹൈഡ്രജൻ്റെ എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത് 0.56. വനേഡിയം 1ഉം 0.56 ഹൈഡ്രജനും. അപ്പോൾ ഇവിടെ സ്റ്റോഷിയോമെട്രി നോൺ സ്റ്റോഷിയോമെട്രി ആണെന്ന് പ്രത്യേകം ഓർക്കണം. അടുത്തതാണ് ടൈറ്റാനിയവും ഹൈഡ്രജനും ചേർന്നുകൊണ്ട് ടൈറ്റാനിയം ഹൈഡ്രൈഡ്. ഹൈഡ്രജൻ്റെ അളവ് ആണ് 1.7. ഇങ്ങനെ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്, ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരം കോമ്പൗണ്ട്സുകളെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലും കാണിക്കുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഇൻഡർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ ഹാവിങ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ദാൻ ദ പ്യുവർ മെറ്റൽസ്. പ്യുവർ മെറ്റൽസിനെ അപേക്ഷിച്ച് ഇവ കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് കാണിക്കുന്നു. മറ്റൊന്ന്, ദേ ആർ വെരി ഹാർഡ്. ചില ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഏകദേശം ഡയമണ്ടിനോളം തന്നെ ഹാർഡ്നെസ് കാണിക്കുന്നു എന്നാണ് പല റിസർച്ചുകളും തെളിയിക്കുന്നത്. മറ്റൊന്ന്, ദേ റീറ്റെയിൻ മെറ്റാലിക് കണ്ടക്ടിവിറ്റി. ഇവയ്ക്ക് മെറ്റാലിക് കണ്ടക്ടിവിറ്റി കാണിക്കുന്നവയാണ്. ദേ ആർ കെമിക്കലി ഇനേർട്ട്. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകൾ. ഇത് മാത്രവുമല്ല, ഹൈഡ്രജൻ പോലെയുള്ള എലമെൻസിനെ സ്റ്റോർ ചെയ്യാനായിട്ടും നമ്മൾ അവയെ ഇത്തരം ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകളായിട്ട് മാറ്റി സൂക്ഷിക്കാറുണ്ട്. നമ്മൾ ഹൈഡ്രജനെ പറ്റി കഴിഞ്ഞ വർഷം പഠിച്ചതിൽ അതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഹൈഡ്രജൻ ക്യാൻ ബി സ്റ്റോർഡ് ബൈ മേക്കിംഗ് ദ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഓഫ് പ്ലാറ്റിനം, ടൈറ്റാനിയം, എക്സെട്ര. പ്ലാറ്റിനം, ടൈറ്റാനിയം പോലെയുള്ള ട്രാൻസിഷൻ എലമെൻസുമായിട്ട് ഹൈഡ്രജൻ യോജിപ്പിച്ചുകൊണ്ട് അവയുടെ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. പിന്നീട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ കോമ്പൗണ്ടുകളിൽ നിന്നും ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്.